ഓണം സീനാക്കാം സീനത്തിനൊപ്പം. പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ 10 പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് തിരിച്ചു നൽകി മാതൃകയായി അബ്ദുൾ ഷബാദ്. യാത്രക്കിടയിൽ നഷ്ടമായ സ്വർണവും പണവും അടങ്ങിയ ബാഗാണ് യുവാവിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ഒടുവിൽ ഉടമസ്ഥരുടെ കയ്യിലെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ജാർഖണ്ഡിലുള്ള സുജാതയും ചെന്നൈയിലുള്ള ബിന്ദുവും ഇന്നലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അബ്ദുൾ ഷബാദ് ബാഗ് കൈമാറി. രാവിലെ കച്ചവടത്തിന് മുമ്പിലായിരുന്നു കിട്ടിയിരുന്നത്. ഞാൻ വേറെ എവിടെയെങ്കിലും ഈ ബാഗ് എന്തായതാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. കാരണം വേറെ എവിടെയും ഏൽപ്പിച്ച് പോകണ്ട, നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാനെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഞാൻ ഞങ്ങളുടെ നമ്മുടെ അറിയപ്പെട്ട ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറെയും എൻ്റെ കൂട്ടുകാരെ റസാക്കിനെ എല്ലാം വിളിച്ചിട്ട് ഇവിടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ അവർ വന്നതിൻ്റെ മുന്നിൽ അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് അതാണ്. നാട്ടിൽ ബന്ധുവിന്റെ വിവാഹത്തിന് വന്ന് മടങ്ങുമ്പോഴാണ് ബാഗ് നഷ്ടമായത്. തിരിച്ചു കിട്ടിയതിൽ സന്തോഷവും കടപ്പാടുമുണ്ടെന്ന് ഇവർ പറഞ്ഞു. ബാഗൊക്കെ റെഡിയാക്കി 12 ഉണ്ടായിരുന്നു. എല്ലാ വണ്ടിയിൽ കയറ്റിയപ്പോൾ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ബാഗ് വണ്ടിയിൽ അയച്ചിട്ട് ഞങ്ങൾ പിന്നീട് ബസ്സിൽ പോയതായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുന്നത് അറിഞ്ഞില്ല. 12 അവിടെ ഇറക്കിയപ്പോൾ 11 ഉണ്ടായിരുന്നു. അപ്പോൾ ബാഗ് ഞങ്ങൾ അടുത്ത് ഒറ്റപ്പാല വണ്ടി വരെ വരാറായി. ബാഗിൻ്റെ വണ്ടി ഒറ്റപ്പാല സ്റ്റേഷനിൽ പോയപ്പോൾ അവരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ അവർ ഫോൺ ചെയ്ത് ഷൊർണൂർ സ്റ്റേഷനിൽ പട്ടാമ്പി സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ കുറേ ഇട്ടിരുന്നു ഞങ്ങൾ. പിന്നെ വേറെ മാമിൻ്റെ അറിഞ്ഞ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ ഫോൺ ചെയ്തപ്പോൾ ഇവരുടെ ഫോണാണ്, ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത്. ചേച്ചി ട്രെയിനിലായിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ തന്നെ ഇറങ്ങി. പെട്ടെന്ന് എനിക്ക് ഇത് ബാഗ് മിസ്സായ കാരണം എനിക്ക് എന്തോ വയ്യാതായി വന്നിട്ട് തലയൊക്കെ കറങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ ഇറങ്ങി. പിന്നെ ചേച്ചി വേഗം വിളിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പട്ടാമ്പിയിൽ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്ന ബിന്ദുവിന്റെ കയ്യിൽ നിന്നാണ് 10 പവനോളം സ്വർണവും പണവും വേണ്ടപ്പെട്ട രേഖകളും അടങ്ങുന്ന ബാഗ് നഷ്ടമായത്. തുടർന്ന് ഇവർ ബാഗിന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ഇതിനിടയിലാണ് കൽപ്പക ജംഗ്ഷന് സമീപത്ത് നിന്ന് ഓങ്ങല്ലൂർ സ്വദേശിയായ അബ്ദുൾ ഷബാദിന് ബാഗ് ലഭിച്ചത്. നോക്കിയപ്പോൾ സ്വർണവും പണവും വേണ്ടപ്പെട്ട രേഖകളും കണ്ടു. തുടർന്ന് ബാഗ് കിട്ടിയ വിവരം പട്ടാമ്പി പോലീസിനെ അറിയിക്കുകയും സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. വിലപിടിപ്പുള്ള വസ്തുക്കളുള്ള ബാഗ് ഉടമയ്ക്ക് തിരിച്ചു നൽകാനുള്ള പ്രവർത്തനം നടത്തിയ അബ്ദുൾ ഷബാദിന്റെ മാതൃകാ പ്രവർത്തനം വലിയ പ്രശംസയാണ് നേടുന്നത്. വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് തന്നെ പറയാം. അതിലേക്ക് നയിച്ചിട്ടുള്ളത് അതിൻ്റെ ആ പ്രവൃത്തി തന്നെയാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം.